ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. മാതാവിനും തിരുക്കുമാരനും ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ വൈഫാണ് ഉടമ്പടി എടുത്തത്. 2020 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എൻ്റെ വൈഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ അവിടുന്ന് വിടുതൽ തന്നു. കഴിഞ്ഞ 16 വർഷമായി ഞങ്ങളൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഒരു ഭവനം പണിയാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 2020 ഡിസംബറിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 2021 സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് വീട് പണിയാൻ അതിൻ്റെ തറക്കല്ലിടാനൊക്കെയും ഇടയായി. ഈ തറക്കല്ലിട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഒത്തിരി പ്രശ്നങ്ങളാണ്, വീടിൻ്റെ പണിക്ക് തടസ്സങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഈ തടസ്സങ്ങളെ ഒന്നും വകവെച്ചില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് രാവിലെയും വൈകിട്ടും ഞങ്ങൾ മാതാവിനോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് തന്ന ഈ ഉപ്പും മണലും ഞങ്ങളുടെ വീടിൻ്റെ 4 മൂലയിലും ഞങ്ങൾ കൊണ്ട് വിതറുമായിരുന്നു. എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ഭവനം പണിത് ഈ വരുന്ന ആഴ്ച ഞങ്ങൾ അതിൻ്റെ കീർപ്പാർക്കുകയാണ്. ആദ്യമായിട്ട് ഈശോയ്ക്ക് ദൈവകുമാരന് 1000 കോടാനുകൂടി സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വൈഫ് വീണ്ടും ഗൾഫിലേക്ക് പോയായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ഇത് പുതുക്കി. ഇത് പുതുക്കുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഇത് ഈ ഉടമ്പടി പുതുക്കുമ്പോഴെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഞാഞ്ഞടിക്കുകയാണ്. ജനുവരി 23 ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ജനുവരി 23 എൻ്റെ ഇളയ മോളുടെ പേര് സേറ എന്നാണ്. ഇളയ മോൾക്ക് പെട്ടെന്നൊരു പനി വന്നു. ഇവർക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ 1-2 വരുന്നത് കൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അന്ന് അവിടെ ബ്ലഡും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല. ഞങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് തന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ വന്ന് മോള് ചോറും എല്ലാം കൊണ്ടുകഴിഞ്ഞ് കിടന്നു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ മോൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ട്യൂഷന് പോകാൻ വേണ്ടി മോളെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് എഴുന്നേൽക്കുന്നില്ല. മോള് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തല നേരെ നിൽക്കത്തില്ല. തല ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞു പോവുകയാണ്. എന്തെന്നറിയത്തില്ല. പെട്ടെന്ന് ഞങ്ങൾ അങ്ങ് ഒത്തിരി വിഷമിച്ചു. മോളങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഒത്തിരി അങ്ങോട്ട് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ അന്നേരം മോളെ കൊണ്ട് വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് ESLയിലേക്ക് പോയി. ESLയിലേക്ക് ചെന്നേരെ കാഷ്വാലിറ്റിയോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, മോൾ എന്തെങ്കിലും ഗുളിക കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ മോൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, അങ്ങനെ ഗുളിയൊന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്താണ് കൊച്ചിൻ്റെ അന്നേരം അവരവിടെ കാഷ്വാലിറ്റി കൊണ്ടുപോയി ചെന്ന് അന്നേരം അവരൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കൊച്ചിന് യാതൊരുവിധ മാറ്റവും ഇല്ല. കൊച്ചിനെ അന്നേരം ICUയിലേക്ക് കൊച്ചിനെ മാറ്റി. അപ്പോൾ കൊച്ചിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ജയപ്രകാശ് സൂപ്രണ്ടാണ് അവിടുത്തെ. ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് സീരിയസ് ആണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല കൊച്ച്, അതിലൊക്കെ അപ്പുറമായിട്ട് സീരിയസ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ വിഷമിച്ച് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു, ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ കാശുരൂപമൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേങ്കിൽ കൊച്ചിനെ ICUയിലേക്ക് മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ ICUവിനകത്ത് എനിക്കും എൻ്റെ വൈഫിന് മാത്രമേ ICUവിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. രാത്രി ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മെസ്സേജ് യൂട്യൂബിനകത്ത് കേൾക്കുവാനിടയായി. ഈ കൊച്ചിൻ്റെ ഈ തലക്കീഴിൽ ഞങ്ങൾ മൊബൈൽ ഫോൺ വെച്ച് ഈ അച്ഛൻ്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ട് കൊച്ചിങ്ങനെ കിടക്കുക. കൊച്ചിന് ബോധമൊന്നുമില്ല. കാശുരൂപം തലയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്തെന്നറിയത്തില്ല, ഒരു വെളുക്കാറായപ്പോഴത്തേക്ക് കൊച്ച് അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാം ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. അപ്പം ഡോക്ടർമാർ അന്നേരം ചാടി എഴുന്നേറ്റ് വന്നു പറഞ്ഞു, അമ്മയെന്നും വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, കൊച്ചിന് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം
രാവിലെ കൊച്ചിൻ്റെ നട്ടെല്ല് കഴിച്ച് അവർ വെള്ളമെടുത്ത് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമൃതാനന്ദമയി ഹോസ്പിറ്റലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇതിന് ടെസ്റ്റിന് വിട്ടു. പക്ഷേ അമൃതാനന്ദമയിന്ന് വിട്ട റിസൾട്ടിന് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. നേരെ മെഡിക്കൽ കോളേജിന് വിട്ട റിസൾട്ടിനകത്ത് പോസിറ്റീവായിട്ടാണ് വന്നത്. അതൊരു മാരകമായ ഒരു അസുഖം, എൻസാഫൈലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. അത് ബ്രെയിനകത്ത് അണുബാധ കയറിയ അങ്ങനെ കയറി അത് 1000 പേരിലാണ്ട് ഒരാൾക്കേണ്ടി വരുന്നൊരു അസുഖമാണ്. പക്ഷേ കൊച്ച് ജീവിച്ചിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എന്നാണെന്ന് അറിയത്തില്ല, ആ അസുഖമാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടെന്ന് ഞങ്ങളിങ്ങനെ ദൈവത്തോട് മാതാവിനോട് നിരന്തരമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൊച്ചിന് പൂർണ്ണമായിട്ട് ദൈവം അങ്ങോട്ട് വിടുവിക്കാൻ തുടങ്ങി. അവർക്കിപ്പോൾ ഈ പെട്ടെന്ന് കൊച്ചിങ്ങനെ റിക്കവർ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു അത്ഭുതം, എന്തുകൊണ്ടാണ് കൊച്ച് പെട്ടെന്ന് ഇങ്ങനെ റിക്കവർ ആയത്, എന്തുകൊണ്ടാണെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും എൻ്റെ ചേട്ടത്തിയൊക്കെയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ, അവരൊക്കെയും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് തോന്നുന്നത് എൻ്റെ കൊച്ചിനെ പൂർണ്ണമായിട്ട് ദൈവം വിടുവിച്ചു. 5 ദിവസം എൻ്റെ കൊച്ച് കാഷ്വാലിറ്റി കിടന്ന് എൻ്റെ കൊച്ച് വീണ്ടും പഴയതിലും അതിലും അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിൽ എൻ്റെ കൊച്ചിനെ എനിക്ക് എൻ്റെ ദൈവം തന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന തിരുക്കുമാരനും മാതാവിനും നന്ദി അറിയിപ്പിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഒത്തിരി പ്രേക്ഷിത വേലകളൊക്കെ ഞങ്ങൾ ചെയ്ത് ഈ പത്രം ഞങ്ങൾക്ക് അനേകർക്ക് കൊടുക്കാൻ പറ്റി. എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അവരുടെ ഭാര്യമാരെ കുടുംബമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്കൊക്കെയും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെയും നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി കാരുണ്യ പ്രവർത്തികളൊക്കെയും ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഈ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ വൈഫ് ഇവിടുന്ന് ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ദേശത്തിനൊക്കെയും ഒത്തിരി എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒത്തിരി ചേഞ്ച് വന്നു. മാതാവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ കാര്യങ്ങൾ നടക്കാനുണ്ട്. ദൈവമക്കളായ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ, കർത്താവേ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ വചനം നമ്മെ എങ്ങനെയാണ് സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരിക. തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അത് പിന്നീട് നന്മയ്ക്കായിട്ട് എങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യാനുഭവം ഇവിടെ പറയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ പ്രത്യേകിച്ച് രോഗസൗഖ്യം, ആ രോഗസൗഖ്യം എന്തായിരുന്നു അസുഖമെന്നും ഏതവസ്ഥയിലായിരുന്നു കുട്ടി, ഡോക്ടേഴ്സ് യാതൊരു പ്രതീക്ഷയും പറയാത്ത ഒരവസരത്തിൽ എങ്ങനെയാണ് കുഞ്ഞിന് പിന്നീട് ഉടമ്പടി ധ്യാനം മാതാപിതാക്കളാണ് കൂടുന്നത്. അത് കുഞ്ഞിൻ്റെ അടുത്ത് റൂമിൽ തന്നെ വച്ച് അവർ ഉടമ്പടി ധ്യാനം കൂടുന്നു, പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞ് പിന്നീട് ഒരു റിക്കവറിയിലേക്ക് വരികയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ പിന്നീട് കൊടുത്ത് ഇന്ന് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇപ്പോഴാ അണുബാധ ഈ കുഞ്ഞിനെ നിശേഷം ബാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുകയാണ്. തങ്ങൾക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഉടമ്പടി എങ്ങനെയാണ് ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ, പരോപകാര പ്രവർത്തികൾ ചെയ്യുവാൻ വ്യക്തികളെ സന്നദ്ധരാക്കുന്നത്, അതെല്ലാം സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.